ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു സ്പെഷ്യൽ ഇൻഫർമേഷൻ ആണ്. ഞാൻ തംബ്നെയിലിൽ കാണിച്ച ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കണ്ടിരിക്കും. അതായത് സിബില് ചളകുളമായപ്പോൾ, സിബിൽ ഏറ്റവും ഡൗൺ ആയ സമയത്ത് എന്നെ ലോൺ തന്ന് ഒരു 10,000 രൂപ എന്താ പറയുക ഹെൽപ്പ് ചെയ്ത ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് മീൻസ് ആപ്ലിക്കേഷൻ വഴി എങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളാരും ചാടി ആ ആപ്ലിക്കേഷനിലേക്ക് പോകരുത്. അപ്പൊ എന്റെ സിബിൽ ഡൗൺ ആവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ എന്താ പറയുന്നത് ഇങ്ങനെ വീഡിയോസ് കാണിക്കുന്ന സമയത്ത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് എനിക്കും ലോൺ ഇങ്ങനെ ഇഷ്യൂസ് വരാറുണ്ട്. അപ്പൊ ചില സമയങ്ങളിൽ അടയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് 2-3 ബൗൺസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഒരു NBFCയോ RBO മീൻസ് RBI അപ്രൂവ്ഡുള്ള ഒരു ആപ്ലിക്കേഷനോ ഒന്നും എനിക്ക് ലോൺ തരുന്നില്ല. അപ്പൊ അതിനു മുമ്പ് ഞാനൊരു ഇൻഫർമേഷൻ പറയാനുള്ളത്, നമുക്ക് ഈ എന്താ പറയുന്നത് സെക്യൂർഡ് ലോൺ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അൺസെക്യൂർഡ് ലോൺ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സിബിലൊക്കെ അവർ നല്ല രീതിയിൽ നോക്കും. ഈ സെക്യൂർഡ് ലോൺ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ, അല്ലെങ്കിൽ നമ്മളൊരു കൺസ്യൂമർ ലോൺ, മൊബൈലിനോ ഫ്രിഡ്ജിനോ അങ്ങനെ എന്തെങ്കിലും ലോൺ എടുക്കുന്ന, അല്ലെങ്കിൽ കാർ ലോൺ, ബൈക്ക് ലോൺ, ഇതൊക്കെ നമുക്ക് ഒരുവിധം വേഗത്തിൽ കിട്ടും. നിങ്ങൾ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം എന്തെങ്കിലും ഡിലേ, ഒരു 3 മാസം ഡിലേ EMI പെൻഡിങ് വരികയാണെങ്കിൽ എന്താ പറയുന്നത്, അവർക്കൊരു ബാങ്കുകാർക്ക് ഒരു സാധനമുണ്ട് എടുത്തുകൊണ്ട് പോകാൻ നമ്മുടെ കയ്യിൽ നിന്നും. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു സെക്യൂർഡ് ലോണിന് വളരെ വേഗത്തിൽ ലോൺ കിട്ടുന്നത്. അൺസെക്യൂർഡ് ലോൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പേഴ്സണൽ ലോൺ. പേഴ്സണൽ ലോണിന് വേറെ ഒന്നും കൊടുക്കുന്നില്ല. നമുക്ക് സാലറി വെച്ചും സാലറി ഇല്ലാതൊക്കെ ചെയ്യാം. അവർക്ക് ബാങ്കുകാർക്ക് പ്രത്യേകിച്ചൊരു ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, ബാങ്കുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സിബില് പോകുന്നല്ലാതെ അവർക്ക് നമ്മുടെ വസ്തുക്കളോ വാഹനങ്ങളോ ഒന്നും എടുക്കാൻ അധികാരമില്ല. മനസ്സിലായല്ലോ? സെക്യൂർഡ് ലോണും അൺസെക്യൂർഡ് ലോണും. അപ്പോൾ എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യം ഒരു 2 മാസം മുമ്പ് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് വളരെ നല്ല ഓപ്ഷനാണ്. പേഴ്സണൽ ലോണിന്റെ അത്രയും പലിശയും കാര്യങ്ങളും ഒന്നും തന്നെ നമുക്ക് ഇല്ല. ഇതിനുവേണ്ടി ഞാൻ ഫ്ലിപ്കാർട്ടിൽ കയറി. ശ്രദ്ധിക്കുക, ഫ്ലിപ്കാർട്ട് അല്ല ലോൺ തരുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക, ഒരു 2 മിനിറ്റ് ശ്രദ്ധിക്കുക. ഒരു ഫോൺ എടുത്തു, വിവോയുടെ T4 എന്നൊരു ഫോൺ എടുത്തു. ഓക്കെ, T4 5G 8GB RAM ആണ്. അങ്ങനെ ഒരു ഫോൺ എടുത്തു. ഈ ഫോൺ എടുത്തതിന് ശേഷം എനിക്ക് ഇതിൽ നിന്ന് ലോൺ തരുന്നത്, കാരണം ഈ ഫ്ലിപ്കാർട്ടിൽ ഒരുപാട് എന്താ പറയുക ഏജന്റ് ഉണ്ട്, അല്ലെങ്കിൽ ബാങ്കുകളുണ്ട് ലോൺ കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ TVS, ചോളമണ്ഡലം, IDFC, അങ്ങനെ ഒരുപാട് ബാങ്കുകളുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നും ഒരു ബാങ്ക്, TVS ക്രെഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു NBFC, എനിക്ക് ഏകദേശം 13,000 രൂപ ലോൺ തന്നു. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഈ TVS ക്രെഡിറ്റിന്റെ ആ ഒരു ആപ്പിന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഇതാണ് TVS ക്രെഡിറ്റ് എനിക്ക് തന്ന ലോൺ. ഏകദേശം 13,000 സംതിങ്ങോളം ലോൺ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ മൊബൈൽ നേരെ കൊണ്ട് ചെന്നിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ OLX ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് ചോദിക്കാം. ഞാനൊരു മൊബൈൽ ഷോപ്പിൽ കൊണ്ടുവന്ന് പറഞ്ഞു, ചേട്ടോ 12,000 രൂപയ്ക്ക് എടുത്ത, അല്ലെങ്കിൽ 13,000 രൂപയ്ക്ക് എടുത്ത മൊബൈലാണ് ചേട്ടൻ, എനിക്ക് ഒരു 10,500 അല്ലെങ്കിൽ ഒരു 10 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അത് അനുസരിക്കുകയും ചെയ്തു. എനിക്ക് എന്താ പറയുക 10,000 രൂപ തരികയും ചെയ്തു. ഞാനത് മേടിച്ച്, അന്നത്തെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു, കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു, അത് നിറവേറ്റുകയും ചെയ്തു. അപ്പൊ ഇത് നിങ്ങൾ റാം ഫിൻകോപ്പ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്പിൽ നിന്ന് 10,000 രൂപ ലോൺ എടുത്താൽ എത്ര കിട്ടുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ എമൗണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകുന്നത് 8,000 രൂപയും പിന്നെ നിങ്ങൾ തിരിച്ചടയ്ക്കാനുള്ളത് ഏകദേശം 13,000 രൂപയാണ്. അപ്പൊ അവിടെ തന്നെ 5 രൂപ അവിടെ കാലിയായി, പലിശ എന്ന് പറഞ്ഞ്. പക്ഷെ ഇവിടെ എനിക്ക് നോക്കൂ, 2,000 രൂപ അല്ലെങ്കിൽ 2,500 രൂപ ഞാൻ കുറച്ചെടുത്തു. എനിക്ക് ഏകദേശം 10,000 രൂപ തന്നു. കാരണം നമുക്ക് പിന്നെ ആ ഒരു EMI നമ്മൾ 6 മാസം കൊണ്ടുപോകണം, അടച്ച് തീർത്താൽ മതി ഈ ഫോൺ തന്ന EMI. ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും, അതായത് പെട്ടെന്ന് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് എടുക്കണം കേട്ടോ. ഈ വിവോയുടെയൊക്കെ ഫോൺ ഫാസ്റ്റ് മൂവിങ് ആണ്. വിവോ T4 5G അങ്ങനെയുള്ള, പിന്നെ വിവോയുടെ Z സീരീസ്, ഇതെല്ലാം പെട്ടെന്ന് മൂവ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഒപ്പോയുടെ Z സീരീസ്. അപ്പൊ ഇങ്ങനെയുള്ള ഫോണുകൾ നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങൾക്കൊരു 2,000-2,500 രൂപ കുറച്ച് കൊടുത്താൽ നിങ്ങൾ വലിയ പലിശ, പേഴ്സണൽ ലോൺ എടുക്കുന്ന സമയത്തുള്ള അത്രയും പലിശ ആകില്ല. അപ്പൊ ഇത് ഞാൻ ഇവിടെ ചെയ്യാൻ കാരണം, നമ്മുടെ കുറെ സുഹൃത്തുക്കൾ ചോദിച്ചു, എനിക്ക് സിബില് പോയി ലോൺ കിട്ടുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിലൊരു ഗുഡൻസ് ഉള്ളതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സെക്യൂർഡ് ലോൺ അൺസെക്യൂർഡ് ലോൺ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ കറക്റ്റ് EMI അടയ്ക്കണം, അല്ലെങ്കിൽ അവർ ഫോൺ ലോക്ക് ചെയ്യും. ഈ ഫിനാൻസിയേഴ്സ് ആരൊക്കെയാണോ അവർ ലോക്ക് ചെയ്യും ഫോൺ. അവർ വാൾപേപ്പർ ഫ്രണ്ടിലൊന്ന് കിടക്കും, പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു തരികിട ഇതിലുണ്ട്. ഇപ്പൊ നമ്മൾ ലോൺ എടുത്ത് ഫോൺ എടുത്ത് ആർക്കെങ്കിലും കൊടുത്തു, നമ്മൾ അടയ്ക്കാതിരുന്നാൽ അവർ ലോക്ക് ആകും, പിന്നെ അത് ആകെ പ്രശ്നമാകും. അപ്പൊ അത് ശ്രദ്ധിക്കുക.
ഓക്കെ, ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഒരാളെ ഞാൻ എന്താ പറയുക OLX വഴി കോൺടാക്ട് ചെയ്തു. അദ്ദേഹം ഫോൺ എടുക്കുന്ന ആളാണ്. 2000 രൂപ കുറച്ച് കൊടുത്തു. അദ്ദേഹം അത് വാങ്ങുകയോ ചെയ്തു. ഇതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മേടിക്കാൻ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക, ഏതെങ്കിലും ആ സാധനങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നൈബേഴ്സിനോ ഏതെങ്കിലും സാധനം വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് അവർക്ക് കൊടുക്കുക. ഓക്കെ, റെഡി ക്യാഷിന്. ചില ആൾക്കാർക്ക് അവർക്കൊന്നും ചിലപ്പോൾ EMI കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ 2 രൂപയൊക്കെ കുറച്ച് മേടിക്കുന്ന സമയത്ത് ഫ്ലിപ്കാർട്ട് ഒരുവിധം എന്താ പറയുന്നത്, ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം ഒരുവിധം ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. ആ ഡിസ്കൗണ്ട് നിങ്ങളൊരു 2000-ഓ 3000-ഓ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മേടിക്കും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ ഓപ്പൺ ബോക്സ് ഡെലിവറി, ഇങ്ങനെ സാധനങ്ങൾ ചെയ്യുമ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി ചെയ്യാതിരിക്കുക. കാരണം അവർ പൊട്ടിച്ച് നോക്കുന്നതിന് മുമ്പ് അപ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ വില കുറയും. അപ്പോൾ ഓപ്പൺ ബോക്സ് ഡെലിവറി മാക്സിമം കൊടുക്കാതിരിക്കുക. കാരണം നമുക്ക് 7 ദിവസത്തിനുള്ളിൽ അവർക്ക് കൊടുക്കാമെങ്കിൽ അവർ തന്നെ കൺഫേം ചെയ്ത് പൊട്ടിച്ച് നോക്കുമല്ലോ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്താ പറയുന്നത്, സിബിൽ കുറവുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു 99% ആൾക്കാർക്കും ഇങ്ങനെയുള്ള കൺസ്യൂമർ ലോൺ കിട്ടും. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലെ തന്നെ ഫോൺ. പിന്നെ ഐഫോൺ ലെവലിലൊന്നും കിട്ടില്ല കേട്ടോ. ഐഫോൺ എന്നൊക്കെ പറയുമ്പോൾ 1 ലാഖിന് മുകളിൽ വരുന്ന സംഭവങ്ങളാണ്. അങ്ങനെയൊന്നും നിങ്ങൾ നോക്കണ്ട. ഇതൊരു 50 അല്ലെങ്കിൽ 25-ന് താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. പലിശ തീരെ കുറവാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇനി വരുന്ന സമയങ്ങളിൽ നമുക്ക് ഒരുപാട് അപ്ഡേഷൻസ്, ഒരുപാട് NBFC-കൾ വരുന്നുണ്ട്. എന്താ പറയുന്നത്, ഓരോ ക്രൈറ്റീരിയ വെച്ചും ചെയ്യുന്ന, ഇപ്പൊ സാലറി ഇല്ലാതെ ചെയ്യുന്നവര്, സിബിൽ കുറവുള്ളവർക്ക്, സിബിൽ വളരെ വളരെ ശോകമായിട്ടുള്ളവർക്ക്, പുതിയ ബാങ്കിങ്ങും NBFCs എല്ലാം കേരളത്തിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 2-3 മാസത്തിനുള്ളിൽ വളരെ വളരെ എന്താ പറയുന്ന NBFC-കളും ബാങ്കുകളും കേരളത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.